അപ്പൊ ഇന്ന് നമ്മളെ പോസ്റ്റ് ഹാർവസ്റ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ പോണത് ഇടിച്ചക്ക കട്ട്ലേറ്റ് ആണ്. എപ്പോഴും നമുക്ക് ഉണ്ടാക്കുന്ന ഐറ്റംസിന്റെ ട്രയൽ നമുക്ക് ആരെങ്കിലൊക്കെ കാണിച്ചു തരും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞു. ഇന്ന് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നേ. പിന്നെ ഒരു സൈഡിൽ ഒരു ഗ്രൂപ്പ് 2 kg കേക്കും സെറ്റ് ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു സൈഡിൽ കാരമൽ പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇടിച്ചക്ക കട്ട്ലേറ്റ് ഉണ്ടാക്കിയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ആദ്യം നമ്മൾ ഇടിച്ചക്ക കുക്കറിൽ വേവിക്കാൻ വെക്കണം കേട്ടോ. പിന്നെ ഈ പ്ലേറ്റിൽ കാണുന്ന സാധനങ്ങളൊക്കെ നല്ല കുനുകുനാന്ന് അരിഞ്ഞു വെക്കണേ. പിന്നെ പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ പച്ചമുളക് ഇടുക, പിന്നെ കറിവേപ്പില, മല്ലിച്ചപ്പ് ഇതൊക്കെ ഇട്ട് നല്ലതായിട്ട് സോട്ട് ചെയ്യുക. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഉള്ളി, വെല്ലുള്ളി, അതും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടി നല്ല സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മസാല ആയിട്ട് നമ്മളധികം മഞ്ഞപ്പൊടിയും പെപ്പർ പൗഡറും മാത്രം അധികം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ചില്ലി പൗഡറും വല്ലാണ്ട് അങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ അവസാനം വേവിച്ച ഇടിച്ചക്ക എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ കൈ കൊണ്ട് പിച്ചിട്ടുണ്ടായിരുന്നേ, അതും ഇതിലായിട്ട് ആഡ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട്ലേറ്റൊക്കെയുള്ള ഫില്ലിംഗ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാധാ കട്ട്ലേറ്റ് നമ്മൾ പൊരിക്കുമല്ലോ, അതേപോലെ തന്നെ ഈ നമ്മൾ റൗണ്ട് ആക്കി വെച്ച കട്ട്ലേറ്റ് നേരെ മുട്ടയിൽ മുക്കുക, പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാൻ, നേരെ പൊരിക്കാൻ എണ്ണയിലിട്ടിട്ട് കേട്ടോ. ഇതന്നെ നമ്മൾ ചെയ്തത്. ഭയങ്കര സിമ്പിൾ ആണ്, വലിയ സംഭവം. സാധാ കട്ട്ലേറ്റ് ഉണ്ടാക്കണ മാതിരി തന്നെ ഇൻസ്റ്റെഡ് ഓഫ് ചിക്കന് പകരം നമ്മളിവിടെ ഇടിച്ചക്ക യൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ മസാലാസിൽ ചില്ലി പൗഡർ ഒന്നും അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ശരിടാ.